ഇപ്പം കുറച്ച് ദിവസമായിട്ട് പറമ്പിൽ പോയി നോക്കിയാൽ കൂണുണ്ട് കേട്ടോ. അത് ചക്കക്കുരുവൊക്കെ ഇട്ട് അച്ഛമ്മ തോരനാക്കിയിട്ടുണ്ടേ. മഴയില്ലാത്ത സമയം നോക്കി അച്ചാച്ചൻ അടക്ക പൊളിക്കുക കേട്ടോ. ഇന്നത്തെ എൻ്റെ ജോലി എന്ന് വെച്ചാൽ ഇവിടെയുള്ള പുല്ലൊക്കെ പറിച്ച് കാടൊക്കെ ഒന്ന് നീക്കലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2-3 മുളകും തൈയും കറിവേപ്പിലയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും കാണുന്നില്ല. അതിന് വളമൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആ സമയത്താണ് അൽറിൻകുട്ടൻ സ്കൂള് വിട്ട് വന്നത് കേട്ടോ. എനിക്ക് കുറേ ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞാണ് വന്നത്. അവന് വീട്ടിലെത്താനൊന്നുമുള്ള സമയമില്ല. അവൻ മുറ്റത്ത് നിന്ന് തന്നെ അതൊക്കെ പൊളിച്ച് എല്ലാം ഓരോ വഴിക്ക് ആക്കുന്നുണ്ട്. അഞ്ചും എക്ലെയർ മുട്ടായൊക്കെ ആദ്യം അങ്ങോട്ട് അകത്താക്കി കേട്ടോ. പിന്നെയാണ് കളറും പെൻസിലൊക്കെ എടുത്ത് അവൻ നോക്കുന്നത്. നമ്മുടെ MLA അഭിജിത്ത് കൊടുത്തതാണ് കേട്ടോ. ഇനി കുറച്ച് ജോലികളൊക്കെ അടുക്കളയിലുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി കൊണ്ടുവന്ന പച്ചക്കറിയൊക്കെ സ്റ്റാൻഡിൽ ഇങ്ങനെ തന്നെ വെച്ചേക്കുവാണേ. അപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റി പച്ചമുളകും വെണ്ടയും തക്കാളിയൊക്കെ ഓരോ ഭാഗത്തായിട്ട് വെക്കണം കേട്ടോ. സാമ്പാറിൻ്റെ ഒരു കിറ്റ് തന്നെയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങുന്നത്. ഇവിടെ എന്നും സാമ്പാറുണ്ടാവും, എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഐറ്റംസും ഇട്ടിട്ട് ഒരൊറ്റ സാമ്പാർ അങ്ങോട്ട് വെക്കുവേ. ആട്ട വിട്ടിട്ട് ഞങ്ങൾക്കൊരു കളിയുമില്ല കേട്ടോ. അപ്പോൾ പല വീഡിയോയിലും എൻ്റെ ആട്ടയുടെ വിഭവങ്ങൾ കാണാം. രാവിലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ആട്ടയുടെ പത്തിരിയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നും ഉണ്ടാക്കുവാണേ. അപ്പോൾ ബൈ.